ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ഇൻസ്റ്റൻറ്റ് ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് ചേരുവയും മാത്രമേ വേണ്ടൂ കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബിയല്ല, ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ജിലേബിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറയുന്ന മെഷറിങ്സൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇനി നല്ല സോഫ്റ്റ് ജിലേബിയുടെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഈ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ ഒരു ജിലേബി കിട്ടില്ലേ, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി തരുന്നത്, അതുപോലത്തെ ഒരു ജിലേബിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ജിലേബിക്ക് ഒരു കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളർ താല്പര്യമില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ കഴിക്കാനൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ കളർ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജിലേബി തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ജിലേബി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ പഞ്ചസാര എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളം ഒഴിക്കണം. ഇനി ഗ്യാസ് ഓൺ ചെയ്യാണ്. പഞ്ചസാര നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു നൂൽ പരുവത്തിലായാലാണ് നമ്മൾ ഓഫാക്കേണ്ടത്. പഞ്ചസാര ലായനി തിളച്ചിട്ട് ഏകദേശം ഒന്ന് ചെറുതായിട്ട് കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു നൂൽ പരുവമാണ് ആവേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഇതുപോലെ അങ്ങനെ തൊട്ട് നോക്കണ സമയത്ത് ഒരു നൂല് പോലെ വന്നു വെച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു നൂൽപ്പരവും ആയി എന്നാണ്. പഞ്ചസാര ലൈനി ശരിയായോ നോക്കി നോക്കാം. അതിനായിട്ട് ഒരു തുള്ളി പഞ്ചസാര എടുത്തിട്ട് കണ്ടോ. അപ്പോൾ ഇത് ഒരു നൂൽപ്പരവ് ആയിരിക്കണു. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു നുള്ള് ഫുഡ് കളർ എടുത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ ചാലിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ജിലേബിയുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 1 മെഷറിംഗ് കപ്പ് മൈദയാണ് എടുത്തേക്കണത്. ഞാനിവിടെ എല്ലാം ഈ മെഷറിംഗ് കപ്പ് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് 1 മെഷറിംഗ് കപ്പ് മൈദ എടുത്തു. മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് തൈര് എടുത്തു. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. വെള്ളം കൂടാതെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ബാറ്റർ ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ദോശമാവിൻ്റെ പോലെ ആവാനും പാടില്ല. ഇതൊരു ഇൻസ്റ്റൻറ്റ് ജിലേബിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇത് ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മാവ് നമ്മൾ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് വരേണ്ടത്. ഒരുപാട് ലൂസായിട്ട് പോകാനായിട്ട് പാടില്ല. അപ്പോൾ എത്ര വെള്ളമാണ് ആവശ്യമെങ്കിൽ അതുപോലെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഈ ഫുഡ് കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ജിലേബി ആകുമ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഫുഡ് കളർ ചേർക്കണത്. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു സോസിൻ്റെ ഒരു ബോട്ടിലിൽ ജിലേബിയുടെ മാവ് ഒഴിച്ചിട്ടാണ് ഞാനിന്ന് ജിലേബി ഉണ്ടാക്കാനായിട്ട് പോണത്. നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഇതുപോലൊരു സോസിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അതല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ജിലേബി പിഴിഞ്ഞെടുക്കാം. നമുക്ക് ജിലേബി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഒരു 5 മിനിറ്റ് മാത്രം കിടന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ജിലേബിയുടെ ഉള്ളിലേക്കൊക്കെ നല്ല മധുരം ഇറങ്ങിക്കോളും. ഈ ജിലേബി തീരെ എണ്ണ കുടിക്കണില്ല കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ജിലേബിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ജിലേബി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബിയാണ് കേട്ടോ. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം ജിലേബിയുടെ റെസിപ്പിയാണ്. സാധാരണ ബേക്കറിയിൽ നിന്ന് വാങ്ങണ ജിലേബിയേക്കാളും കുറച്ച് വ്യത്യാസമാണ് ഈ ജിലേബിക്ക്. കാരണം ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കിട്ടേണ്ടത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക, ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. പിന്നെ ഇത് അധിക ദിവസം എടുത്തു വെക്കാനായിട്ട് പറ്റില്ല. 1-2 ദിവസം മാത്രമേ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും ഈ ജിലേബിയുടെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണം. കൂടാതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കും കൂടി വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.